ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസം ശബരിമല ദർശനത്തിന് നിയന്ത്രണമുണ്ട്. ഈ മാസം 19-നും 20-നും സംഗമ പ്രതിനിധികൾക്കല്ലാത്ത ഭക്തർക്കായിരിക്കും നിയന്ത്രണം ഉണ്ടാവുക. വെർച്വൽ ക്യൂ ബുക്കിംഗ് 10,000 കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അയ്യപ്പ സംഗമം പ്രതിനിധികൾക്ക് അയ്യപ്പ ദർശനത്തിന് പ്രത്യേക അവസരവും നൽകും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ 2 ദിവസങ്ങളിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളാണുള്ളത്? ആര്യ, ഈ മാസം 20-ാം തീയതി പമ്പയിലാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഈ അന്നേ ദിവസം ഇതുവരെ ബുക്ക് ചെയ്തിരിക്കുന്നത് 4,500 പേരാണ്. അത് കേരളത്തിനകത്തും പുറത്തും അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തുനിന്നുള്ളവരെല്ലാം ഉണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ, അതായത് 19-20 ദിവസങ്ങളിൽ ശബരിമല അയ്യപ്പ ദർശനത്തിന് ചില നിയന്ത്രണം, അതായത് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവരല്ലാത്തവർക്ക് കൂടുതൽ ദർശനത്തിലെത്താനുള്ള അവസരം കുറവാണ്. കാരണം 10,000 സ്ലോട്ടുകൾ മാത്രമാണ് ദേവസ്വം ബോർഡ് ഇതിനോടകം തന്നെ വെർച്വൽ ക്യൂയിൽ ബുക്ക് ചെയ്യാനായി തുറന്നിരിക്കുന്നത്. നമുക്കറിയാം, മാസപൂജ കാലത്ത് ഓരോ ദിവസവും 50,000 സ്ലോട്ട് തുറക്കുന്നതാണ്. 10,000 മാത്രമേ ഇത്തവണ തുറന്നു കൊടുത്തിട്ടുള്ളൂ. അതായത് അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസങ്ങളിൽ ഈ പ്രതിനിധികളായി എത്തുന്നവർക്ക് അവർക്ക് സ്പെഷ്യൽ ദർശനം അടക്കം നൽകാൻ വേണ്ടി ദേവസ്വം ബോർഡ് തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണ്. അതായത് ഈ ദർശനത്തിനെത്തുന്നവർക്ക് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് അവർ ശബരിമല ദർശനം ആഗ്രഹിക്കുന്നെങ്കിൽ പോലീസും ദേവസ്വം ബോർഡും അതിനുവേണ്ടിയുള്ള സൗകര്യമൊരുക്കും. ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹൈക്കോടതി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്, ഈ മറ്റ് ദർശനത്തിനെത്തുന്നവർക്ക് തടസ്സമുണ്ടാകരുത് അയ്യപ്പ സംഗമം കാരണം എന്നത് കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്പെഷ്യൽ ദർശനം എന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ലോട്ടുകളെല്ലാം തുറന്നു കൊടുക്കാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ 10,000 മാത്രമായി ഇപ്പോൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് മറ്റ് സംഗമത്തിൽ പങ്കെടുക്കുന്നവരല്ലാത്തവർക്ക് ദർശനത്തിനുള്ളൊരു അവസരം കിട്ടാത്തതാകും എന്ന വിമർശനം സ്വാഭാവികമായും ഉയർന്നു വരും. മറ്റൊരു കാര്യമുള്ളത്, സന്നിധാനത്ത് ഉള്ള ഈ താമസ സൗകര്യങ്ങളെല്ലാം തന്നെ, മുറികൾ ഈ അയ്യപ്പ സംഗമത്തിന് എത്തുന്നവർക്ക് അവർക്ക് താമസം ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുകൂടി വേണ്ടി ബോർഡ് അത് ഈ രീതിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ അയ്യപ്പ സംഗമത്തിൽ അല്ലാതെ വരുന്നവർക്ക് ഈ 2 ദിവസങ്ങളിലും കൂടുതൽ അവസരങ്ങളില്ല എന്ന് തന്നെയാണ്. കാരണം പ്രതിദിനം 50,000 മാസപൂജ സമയത്ത് ദർശനത്തിനായി സ്ലോട്ട് തുറന്നു കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ 10 മുതൽ 15,000 സ്ലോട്ടുകൾ മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇതിനോട് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രതികരിക്കുന്നത്, ഒപ്പം തന്നെ ഹൈക്കോടതി ഈ വിഷയങ്ങളോട് സ്പെഷ്യൽ കമ്മീഷൻ അടക്കം എങ്ങനെ പ്രതികരിക്കും എന്നതെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ അറിയാനിരിക്കുകയാണ്. ശരി പ്രശാന്ത്.